ദൈവനാമത്തിന് മഹത്വം. ഇന്നും നമുക്ക് ഈ ജൂലൈ മാസം 3-ാം തീയതി ബൈബിൾ സ്റ്റഡിക്കായിട്ട് സഭയായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സക്കറിയാവിൻ്റെ പ്രവചനം എനിക്ക് തോന്നുന്നു ഏകദേശം 1.5-2 മാസം മുമ്പാണ് നാം ഒന്ന് തുടക്കമിട്ടത്. അതിൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത്രയും സമയമായതുകൊണ്ട് അതൊന്ന് ഓടിച്ച് ആ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ഇന്ന് 1-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ബുക്ക് ഓഫ് സെക്കറിയ, അതിൻ്റെ ആ ഒരു പ്രവാചകൻ, ആ ഒരു വാക്കിൻ്റെ അർത്ഥം നാം ചിന്തിച്ചിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാം. യാഹ്വേ റിമെമ്പേഴ്സ്, യഹോവ ഓർക്കുന്നു. ആ വിഷയത്തോട് അനുബന്ധിച്ചാണ് മറ്റ് പല കാര്യങ്ങളും ഈ പ്രവചനത്തിൽ, ഈ ഒരു പുസ്തകത്തിൽ നാം കാണുന്നത്. അപ്പോൾ നാം ഈ പ്രവാചകന്മാരുടെ പുസ്തകം നാം ചിന്തിച്ചപ്പോൾ അതിൻ്റെ വിഭജനം നാം ചിന്തിച്ചായിരുന്നു. മേജർ പ്രോഫിറ്റ്സ് ആൻഡ് മൈനർ പ്രോഫിറ്റ്സ്. വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. അപ്പം യെശയ്യാവും യെരമിയാവും എസെക്കിയേലും ദാനിയേലുമൊക്കെ വലിയ പ്രവാചകന്മാരാണ്. ചെറിയ പ്രവാചകന്മാർ അത് കഴിഞ്ഞ് വരുന്നതാണ്. ഹോശയ, യോയേൽ, ആമോസ്, ഒബദ്യ, യോന, മീക, നാഹൂം, ഹബക്കുക്ക്, സെഫാനിയ, ഹഗായി, സക്കറിയ. അപ്പോൾ ഇവരൊക്കെ താഴെ നാം കാണുന്ന മലാക്കി ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ, അല്ലെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെയും ചെറിയ പ്രവാചകന്മാരായിട്ട് അറിയപ്പെടുന്ന വിഷയങ്ങളാണ്. പിന്നീട് സക്കറിയാവിൻ്റെ പശ്ചാത്തലം നാം ചിന്തിച്ചിരുന്നു. കുറച്ച് വാക്യങ്ങൾ നാം വായിച്ചിരുന്നു. ഏകദേശം 520 BC ആ കാലഘട്ടത്തിലാണ് ഹിസ്റ്ററി പ്രകാരം ഇത് എഴുതപ്പെട്ടത്. സക്കറിയാവിൻ്റെ ആ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് അനേക തലത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമെങ്കിലും ഏറ്റവും വലിയൊരു കാര്യം നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് വാസ് ദി ക്ലിയറസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് മെസ്സിയാനിക് പാസേജസ്. അപ്പോൾ അധികം വലിയ പുസ്തകമല്ല, ചെറിയ പുസ്തകമാണ്. എന്നാൽ അത്രയും അധ്യായങ്ങളിൽ തന്നെ അനേകം തവണ മിശിഹായെക്കുറിച്ച്, അല്ലെങ്കിൽ മിശിഹായെ സൂചിപ്പിക്കുന്ന അനേക വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും, പാസേജസ് കാണുവാൻ സാധിക്കും. അത് ഒരു വലിയ കാര്യമാണ് ഒരു പുസ്തകത്തെ സംബന്ധിച്ച്. അതേത് പുസ്തകമായാലും ആ രീതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. വെളിപ്പാട് പുസ്തകവുമായിട്ട് ഇത് ചേർന്ന് പഠിക്കുവാൻ കഴിയുന്ന ഒരു പ്രവചനം തന്നെയാണ്. അതുകൊണ്ട് പ്രവാചകന്റെ പുസ്തകമാണ്. അപ്പോൾ ആ രീതിയിലും ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കി. അപ്പോൾ യാഹ്വേ റിമെമ്പേഴ്സ്, യഹോവ നമ്മെ ഓർക്കുന്നു എന്നുള്ള ആ കാതലായിട്ടുള്ള വിഷയത്തിൽ ആധാരമാക്കിയാണ് നാം ഈ മുഴുവനായിട്ട് ഈ ഒരു പുസ്തകത്തെ ചിന്തിക്കുകയും കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുക. നാം പിന്നീട് ചിന്തിച്ചു, ഇത് ഇസ്രായേൽ ജനം അവരുടെ എക്സൈൽ, അല്ലെങ്കിൽ അതിനെന്താ പറയുക, പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന് കഴിഞ്ഞ് എഴുതിയ ഒരു പ്രവചനം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആഫ്റ്റർ പോസ്റ്റ് എക്സിലിക് ബുക്ക് ആണ് ഈ സെക്കറിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഹഗായുമായിട്ടും ചേർന്ന് നാം സെക്കറിയാവിനെ ചിന്തിച്ചു. കാരണം അവർ രണ്ടുപേരും ഏകദേശം അടുത്ത ഒരേ കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാരാണ്. ഹഗായി ആദ്യം വന്നു, അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് സെക്കറിയാവും വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാം കഴിഞ്ഞ നമ്മുടെ ആമുഖമായിട്ട് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വാക്യങ്ങൾ നാം ചിന്തിച്ചിരുന്നു. 1, 2, 3 വാക്യങ്ങൾ, അവിടുത്തെ 1-2 ആശയങ്ങളും നാം എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് പർപ്പസ് ഓഫ് സെക്കറിയാസ് മിനിസ്ട്രി. സക്കറിയ പ്രവാചകന്റെ ശുശ്രൂഷയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ പശ്ചാത്തലം നമുക്ക് മനസ്സിലായി. എന്താണ്, അവർ പോസ്റ്റ് എക്സിലിക് സെറ്റിങ്ങിലാണ് ഇത് എഴുതുന്നത്. പ്രവാസം കഴിഞ്ഞ് അവർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന് കഴിഞ്ഞിട്ട് എഴുതിയ ഒരു ലേഖനമാണ്. പിന്നെയും നാം ചിന്തിച്ചു, ഇത് ദേവാലയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ഉള്ള പ്രാധാന്യം, അതിൻ്റെ അവർ ബാബിലോണിൽ നിന്ന് അവരുടെ യാത്ര ചെയ്ത് മടങ്ങി വന്ന് അവരുടെ സ്ഥലത്തായിരിക്കുന്നു, അവിടെ ദേവാലയം പണിയണം. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനുവേണ്ടി ഉയർത്തെഴുന്നേറ്റ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു പ്രവാചകനാണ്
ഈ സക്കറിയ പ്രവാചകൻ. അങ്ങനെ തന്നെയായിരുന്നു ഹഗായി പ്രവാചകൻ. നാം പഠിച്ചില്ലെങ്കിലും അതും ഇതിനു മുമ്പ് ചിന്തിക്കേണ്ട വിഷയമാണ്. സോ ഗോഡ് റേസ്ഡ് 2 prophets. അത് നാം ചിന്തിച്ച വിഷയമാണ്. 2 പ്രവാചകന്മാരെ ദൈവം ആ കാലഘട്ടത്തിൽ ഉയർത്തി. അതിൻ്റെ പ്രാധാന്യമുണ്ട്. അത് നാം ആദ്യം മനസ്സിലാക്കണം. ഹഗായി ഈസ് ദി ഓൾഡർ പ്രോഫറ്റ് ആസ് കമ്പയർഡ് ടു സെക്കറിയ, ആൻഡ് ദെൻ സെക്കറിയ യങ്ങർ പ്രോഫറ്റ്. അപ്പോൾ വലിയ കാലതാമസമില്ലാതെ 2 പ്രവാചകന്മാരെ കർത്താവ് ഉയർത്തുകയാണ്. അത് ഒരു ചെറിയ കാര്യമല്ല. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, സൂപ്പർ സ്ട്രക്ചർ പണിയുവാൻ വേണ്ടിയാണ് ഈ 2 പ്രവാചകന്മാരും ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ദേവാലയത്തിൻ്റെ ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്, ദേവാലയത്തിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചർ പണിഞ്ഞിട്ടില്ല, കെട്ടിടം പണിഞ്ഞിട്ടില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ ഒരു ആലയം നാം ഇങ്ങനെ കാണുന്നു, ഒരു ബിൽഡിംഗ് കാണുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ ലെയ്ഡ് ആണ്. ഫൗണ്ടേഷൻ ലെയ്ഡ് മാത്രമായി നിൽക്കുന്നു, മുകളിലോട്ട് പണിഞ്ഞിട്ടില്ല. അവര് പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന് ലേസി ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഇസ്രായേൽ ജനം അവര് ദൈവത്തിന്റെ കാര്യങ്ങളോ ദേവാലയം പണിയുവാനുള്ള യാതൊരു വാഞ്ചയും ഇല്ലാതെ ആ ആഗ്രഹം തന്നെ വിട്ട് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് സെക്കറിയ ഈസ് ട്രൈങ് ടു ഡു. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ നാം ഇതിനെ ചിന്തിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം സെക്കറിയാവും ഹഗായിയും ഒക്കെ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ദേവാലയം പണിയണം, ഒരു സ്ട്രക്ചർ പണിയണം, ആ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ പറയുന്നത്. നാം ഇന്ന് പുതിയ നിയമ വിശ്വാസികളായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് എന്താണ് ദേവാലയം, നമുക്കതിൻ്റെ അർത്ഥങ്ങളൊക്കെയും അറിയാം. നാം സഭയായിട്ട് കൂടി വരുന്ന ഒരു ആത്മീക കാഴ്ചപ്പാടോടെ അത് ദേവാലയമായിട്ട് നാം പറയാറുണ്ട്, സഭയെ ആ രീതിയിൽ ചിത്രീകരിക്കാറുണ്ട്. അതോടൊപ്പം വ്യക്തിപരമായിട്ടും ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയങ്ങൾ അവിടെയും ദൈവം വസിക്കുന്നു, അതിനെ നമുക്ക് ദേവാലയമായിട്ട് കാണാം. എന്നാൽ സഭയായിട്ട് നമുക്ക് ഈസിലി അതിനെ ചിന്തിക്കാൻ പറ്റുന്ന വിഷയമാണ്. അതൊന്ന് മനസ്സിൽ വെക്കുക. ദാറ്റ് ഈസ് പോസ്റ്റ് എക്സിലിക് സെറ്റിംഗ്. അപ്പോൾ പ്രവാസം കഴിഞ്ഞ് അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രവചനമാണ്. അവരെ ഉത്തേജിപ്പിക്കുവാൻ, അവരെ ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ, മുകളിൽ ഫൗണ്ടേഷൻ ഉണ്ട്, നിങ്ങൾ ഇനിയും പണിയണം. അപ്പൊ നമ്മെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് ദൈവത്തെ അറിയാം, വിശ്വാസമുണ്ട്, ദൈവജനമാണ്. ഇനി നാം ആത്മീകമായിട്ട് പക്വതയിലേക്ക് വളർന്നു വരണം. നാം അവിടെ തന്നെ കിടന്നാൽ പോരാ, നാം ആ അവസ്ഥയിലായി ഇരുന്നാൽ പോരാ, നാം വളർന്നു വരണം. ആ ഒരു ആശയത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. നൗ ഗോഡ്സ് പ്രിൻസിപ്പിൾ ഓഫ് സെൻഡിങ് പ്രോഫിറ്റ്സ്. ദൈവം എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെ വിടുന്നത്, ആ ഒരു കാര്യം നാം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ദൈവത്തിന് തൻ്റെ ജനത്തോട് സംസാരിക്കുവാനുണ്ട്, ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ കർത്താവ് ആദ്യം നാം ചിന്തിച്ചു ഹഗായി പ്രവാചകനെ വിട്ടു. അതിന് പിന്നാലെ പെട്ടെന്ന് പുറകെ തന്നെ സെക്കറിയ പ്രവാചകനെയും സെക്കറിയാവിനെയും വിടുകയാണ്. 74-ാം സങ്കീർത്തനം നമുക്ക് പിന്നീട് വീട്ടിൽ പോയി വായിക്കാവുന്നതാണ്. Psalm 74. അവിടെ ആ സങ്കീർത്തനക്കാരൻ ചില വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ചില ദുഃഖത്തോടെ ആ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 74-ാം സങ്കീർത്തനം, അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്മാരില്ല. ആ ഒരു ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ they don't have prophets. അവർക്ക് രാജാക്കന്മാരില്ല, പ്രവാചകന്മാരില്ല, അവരെ നയിക്കുവാൻ ആരുമില്ല. അതിൻ്റെ അർത്ഥം പ്രവാചകന്മാരില്ല എന്ന അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രവചനങ്ങളില്ല, ദൈവം അവരോട് സംസാരിക്കുന്നില്ല, ദൈവം അവരോട് ഇടപെടുന്നില്ല, ദൈവവുമായിട്ട് അവർക്ക് നിത്യമായിട്ടുള്ള ഒരു ബന്ധം ഇല്ല. നമുക്കത് പറഞ്ഞു പോകുമ്പോൾ ലളിതമായിട്ട് തോന്നും. എന്നാൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമാണ്. തുടക്കം തൊട്ടേ എബ്രഹാമിന്റെയും യാക്കോബിന്റെയും ഇസാഹാക്കിന്റെയും സമയം തൊട്ട് തന്നെ ദൈവത്തിന്റെ അരുളപ്പാടും ദൈവത്തിന്റെ നടത്തിപ്പും രാജാക്കന്മാരായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ, അവരൊക്കെയാണ് ഇവരെ നടത്തുന്നത്, ന്യായാധിപന്മാരായിക്കോട്ടെ. എന്നാൽ ആ ഒരു നടത്തിപ്പില്ലാത്ത ഒരു അന്ധകാരത്തിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ 74-ാം സങ്കീർത്തനം നാം വായിച്ച ആ ഒരു ബുദ്ധിമുട്ട് ആ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിഷയത്തിൽ ഹഗായി പ്രവാചകനെ ആദ്യം വിടുന്നു. ആ പ്രവാചകൻ പോയിട്ടില്ല, അവിടെ ഉണ്ട്. അപ്പൊ തന്നെ സക്കറിയ പ്രവാചകനെയും വിടുന്നു. അത് കാണിക്കുന്നത് ഈസ് എ ബ്ലെസ്സിങ് ഫ്രം ഗോഡ്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം ഹഗായി പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളോട് പോസിറ്റീവായിട്ട്, സകാരാത്മകമായിട്ട്, നന്നായിട്ട് അവര് റെസ്പോണ്ട് ചെയ്തു, പ്രതികരിച്ചു ദൈവത്തിന്റെ ജനം.
ഇസ്രായേൽ ജനം. അങ്ങനെ ആയതുകൊണ്ട് പിന്നീട് അവർക്ക് ഒരു പ്രവാചകനെ കൂടെ കർത്താവ് അയക്കുകയാണ്, അവരോട് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി അയക്കുകയാണ്. അതൊരു അനുഗ്രഹത്തിന്റെ സൈൻ. ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ബ്ലെസ്സിങ് ഫ്രം ഗോഡ്. ഗോഡ് സെൻഡിങ് ഹഗായ് ആൻഡ് സൂൺ ആഫ്റ്റർ ഹി ഈസ് സെൻഡിങ് സെക്കറിയ ഓൾസോ. അതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ നമുക്ക് ഒന്ന് വായിക്കാം. ആദ്യം നാം സാധാരണ ഈ വേദഭാഗം വായിച്ചിട്ടാണ് തുടങ്ങാറുള്ളത്. കുഴപ്പമില്ല, നമുക്ക് ഇതിനോട് ചേർന്ന് വായിക്കാവുന്നതാണ്. സെക്കറിയ പ്രവാചകൻ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായിട്ടൊന്ന് വായിക്കാം. ദര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരെഖ്യാവിന്റെ മകനായ സെക്കര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എങ്കിലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരുവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവിതരുകയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. 6 വാക്യങ്ങളാണ് നാം പ്രാരംഭമായിട്ട് വായിച്ചത്. അതിൽ നിന്ന് പ്രധാനമായിട്ട് 2 വിഷയങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതിന്റെ 2-ാം വാക്യം, ദ ലോർഡ് വാസ് വെരി ആംഗ്രി വിത്ത് യുവർ ഫാദേഴ്സ്. യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഈ വിഷയം സെക്കറിയ പ്രവാചകൻ ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള, ആദ്യമായിട്ട് ആ ഒരു ശുശ്രൂഷയിൽ ഇറങ്ങുന്ന ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ തുടങ്ങുന്ന തൻ്റെ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങും. നമുക്കറിയാം, സാധാരണ നാം ആരോടെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഹായ് ഹലോ ഒക്കെ പറയും, ഗ്രീറ്റിംഗ്സ് ഒക്കെ പറയും. ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ഗുഡ്, എല്ലാ കാര്യങ്ങളും നന്നായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ നന്നായി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരു റാപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ പറയുന്നത് തുടക്കം തന്നെ ഇങ്ങനെ പറയുക, ദ ലോർഡ് വാസ് വെരി ആംഗ്രി വിത്ത് യുവർ ഫാദേഴ്സ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ പാപത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. യാതൊരു ആമുഖവും ഇല്ലാതെ, വളച്ചുകെട്ടുമില്ലാതെ വ്യക്തമായിട്ട് അവരുടെ വിഷയം അല്ലെങ്കിൽ ഈ പ്രവാചകൻ ആ ജനത്തോട് സംസാരിക്കുകയാണ്. ഡയറക്റ്റ് ഓൺ ദ ഫേസ്, മുഖത്ത് അടിച്ചതുപോലെ സംസാരിക്കുകയാണ്. സോ അതാണ് ആദ്യമായിട്ട്, വിതൗട്ട് എനി പ്ലസൻട്രീസ്, പ്ലസന്റ് ആയിട്ട് നന്നായിട്ട് തോന്നുന്ന ശബ്ദങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ താൻ പറയുകയാണ്, ലോർഡ് വാസ് വെരി ആംഗ്രി വിത്ത് യുവർ ഫാദേഴ്സ്. അതിന്റെ മെസ്സേജ് എന്താണ്? റിട്ടേൺ ടു മീ ദാറ്റ് ഐ മേ റിട്ടേൺ ടു യു. നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരണം. ഓക്കെ, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരണമെങ്കിൽ, ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണമെങ്കിൽ, നിങ്ങൾക്ക് നന്മ ഉണ്ടാവണമെങ്കിൽ, അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ, ദൈവം നിങ്ങളെ കടാക്ഷിക്കണമെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ പാപത്തിലാണ് ജീവിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഓപ്പൺലി പറയുകയാണ്. നാം മനസ്സിലാക്കണം, ഇവിടെ അടിസ്ഥാനമുള്ള ഒരു ജനമാണ്, ദൈവത്തിന്റെ ജനമാണ്. ദൈവത്തിന്റെ ജനത്തോട് ഡയറക്റ്റ് വന്ന ഒരു പ്രവാചകൻ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരോട് യഹോവ വളരെ കോപിച്ചിരിക്കുന്നു. ഹി ഈസ് വെരി ആംഗ്രി. ഹി ഈസ് നോട്ട് ജസ്റ്റ് ആംഗ്രി, ഹി ഈസ് വെരി ആംഗ്രി വിത്ത് യുവർ ഫാദേഴ്സ്. ആരെങ്കിലും ഇങ്ങനെ വന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തോന്നും? Somebody comes and tells us that you are wrong and you are doing sin and you are in complete sin, very angry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉൾക്കൊള്ളുമോ, നാം അത് വിശ്വസിക്കുമോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട വിഷയമാണ്, അത് മനസ്സിലാക്കേണ്ട വിഷയം. എന്നാൽ താൻ അവിടെ അവസാനിപ്പിക്കുകയില്ല. Thus say the Lord of hosts, return to me. യഹോവ, സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്താണ്? നിങ്ങൾ എന്നിലേക്ക്, യഹോവയുടെ അരുളപ്പാടാണ് പറയുന്നത്, മടങ്ങി വരണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ യഹോവ നിങ്ങളിലേക്ക് മടങ്ങി വരും. മറ്റാരുടെ അരുളപ്പാടല്ല. നാം ഇതും ചിന്തിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ലോർഡ് ഓഫ് ഹോസ്റ്റ്, അവിടെ സൈന്യങ്ങളുടെ യഹോവ എന്ന് പറയുന്നത് ഏകദേശം 53 തവണ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ, ഓൾമോസ്റ്റ് 53 times in this small book this
phrase, Lord of hosts, is repeated. അത് ഒരു ചെറിയ കാര്യമല്ല. വ്യക്തമായിട്ട് സഖറിയ പ്രവാചകൻ ഉദ്ദേശിക്കുന്ന വിഷയം അധികാരത്തോടെയാണ് യഹോവ നമ്മോട് സംസാരിക്കുന്നത്. ഇത് ലാഘവത്തോടെ എടുക്കേണ്ട വിഷയമല്ല. മുഖത്ത് നോക്കി നമ്മോട്, നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്ന് അവരോട് സഖറിയാവ് സംസാരിച്ചതുപോലെ, is this that Lord is very angry. കർത്താവ് യഹോവ വളരെ കോപിച്ചിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങളോട് കോപിച്ചിരിക്കുന്നു. നിങ്ങൾ മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. യഹോവ നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ വിട്ടത്. നിങ്ങൾ കേൾക്കുക, മടങ്ങി വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവിടെ ആ ഭാഗം വായിച്ചപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാര് പ്രവാചകന്മാരൊക്കെയും അവർ മരിച്ചു. അവർ ചില കാര്യങ്ങൾ പറഞ്ഞു, അവർ മരിച്ചു. ആൻഡ് ഗോഡ്സ് വേർഡ് റിമെയിൻഡ്. 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, did not my words and my statutes which I commanded my servants the prophets overtake your fathers. അവിടെ മലയാളത്തിൽ ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓവർടേക്ക് എന്ന് പറയുന്നത്, എൻ്റെ വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചല്ലോ. ആ ഒരു വാക്ക് കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അത് ഫോളോ ചെയ്ത് പിടിച്ചു എന്നാണ്. ഓവർടുക്ക് യുവർ ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. എൻ്റെ വചനങ്ങൾ, എൻ്റെ ചട്ടങ്ങൾ അവരുടെ പിന്നാലെ പോയിട്ട് അതിനെ ഓവർടേക്ക് ചെയ്ത്, നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മറച്ചു വെക്കുവാൻ ശ്രമിച്ചു. നിങ്ങൾ ദൈവത്തെ കബളിപ്പിക്കുവാൻ ശ്രമിച്ചു. നിങ്ങൾ ദൈവം ഇതൊന്നും അറിയുന്നില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ ഇവിടെ പറയുന്നത്, എൻ്റെ ചട്ടങ്ങളും എൻ്റെ വചനങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചു. They overtook them. അത് നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ സത്യം ഇതാണ്, God's word remains and it will definitely overtake me. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ മറന്ന് ചില കാലങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്ന് തോന്നിയേക്കാം. ദൈവം എൻ്റെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും കുഴപ്പങ്ങളൊന്നുമില്ല, എൻ്റെ രാജ്യത്തിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ സമാധാനമായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ ഒരു നന്മയാണ് എന്ന് മനസ്സിലാക്കി ഒരു മറവിൽ ജീവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ ജനത്തിന്, പിതാക്കന്മാർക്ക് ഇതാണ് സംഭവിച്ചത്. എന്നാൽ ദൈവവചനത്തിൽ സഖറിയാവ് ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ ചട്ടങ്ങളും എൻ്റെ വചനങ്ങളും അവരെ പിന്തുടർന്ന് അതിനെ ഓവർടേക്ക് ചെയ്തു. They are in front of them. അത് മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനത്തിന് യാതൊരു വ്യത്യാസവുമില്ല. നാം പലപ്പോഴും ചിന്തിക്കും, ചില കാര്യങ്ങളൊക്കെ നാം എക്സ്ക്യൂസ് ചെയ്ത് കാഷ്വലി അതങ്ങനെ ചെയ്താൽ മതി, അതങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ദൈവം എന്നെ കാക്കുന്നുണ്ടല്ലോ, എൻ്റെ കുടുംബത്തിന് ഇത്രത്തോളം സമൃദ്ധി നൽകിയല്ലോ, നന്മ നൽകിയല്ലോ, ഇത്രയും ആരോഗ്യം നൽകിയല്ലോ, എൻ്റെ സഭയെ ഇത്രയും കർത്താവ് വളർത്തിയല്ലോ, അതൊക്കെ ഞങ്ങളുടെ നന്മ കാരണമാണല്ലോ, ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട വിഷയം, ആർ വി റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്? അതർവൈസ് there will be a time when God's word will overtake us. My words and my statutes, ആ കൽപ്പനകൾക്ക് യാതൊരു വ്യത്യാസവുമില്ല. അതിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനം കൂടെയാണ് നാം ഈ 6 വാക്യങ്ങളിൽ വായിക്കുന്നത്. പിന്നീട് നാം 7 തൊട്ട് താഴോട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ 2 ദർശനങ്ങളെ കുറിച്ചാണ് കാണുന്നത്. We see 2 specific visions of Zechariah the prophet. അവിടെ 2 ദർശനങ്ങളെ കുറിച്ച് കാണുന്നു. അത് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ആദ്യമായിട്ട് അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നാം ആ ഒരു ദർശനത്തെക്കുറിച്ച് വായിക്കുന്നു. നമുക്ക് അത് ചേർന്നൊന്ന് വായിച്ചിട്ട് പിന്നീട് അതിലേക്ക് ചിന്തിക്കാവുന്ന. 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ഐ തിങ്ക് 1-2 പേർക്ക് വായിക്കാവുന്നതാണ്. ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ ശബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോമിന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സെഖര്യാ പ്രവാചകനും യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കുഴമ്പുകളുടെ ഇടയിൽ നിന്നും അവന്റെ പിന്നിൽ ചുവപ്പും കൂരാൻ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. ഇവർ ആരാകുമെന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്നത്, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നോട് പറഞ്ഞു. എന്നാൽ കൊഴുത്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടുന്നതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന ഉത്തരം പറഞ്ഞു. അവർ കൊഴുത്തുകളുടെ ഇടയിൽ നിൽക്കുന്ന
15-ാം വാക്യം. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈരമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം വിളിച്ചിരുന്നു, ഞാൻ കരുണയോടെ യെരൂശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ആലയം അതിൽ പണിയും. യെരൂശലേമിന്മേൽ അളവുനൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം വിളിച്ചിരുന്നു, എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം. ഈ ഒരു ഭാഗത്ത് 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നാം വായിക്കുന്ന ദർശനം ഈസ് റിഗാർഡിങ് ദ മാൻ എമംഗ് ദ മെർട്ടിൽ ട്രീസ്. ആ ഒരു വാക്ക് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. കൊഴുന്തുകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് നാം മനസ്സിലാക്കുന്നത്. ആ ഒരു ദർശനത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെർട്ടിൽ ട്രീസ്, ഈ ഒരു വാക്ക് നമുക്ക് അത്ര പരിചയമുള്ള ഒരു വാക്കല്ല. മെർട്ടിൽ ട്രീസ് എന്ന് പറയുന്നത് നാം വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 55-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇതിൻ്റെ ഒരു പരാമർശമുണ്ട്, മെർട്ടിൽ ട്രീസ്. അത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് ഈ ഒരു ദർശനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ. അവിടെ നാം വായിക്കുന്ന 55-ാം അധ്യായം യെശയ്യാവ് 13-ാം വാക്യം, ഇൻസ്റ്റെഡ് ഓഫ് ദ തോൺ ബുഷ് the cypress will come up, and instead of the nettle the myrtle will come up, and it will be a memorial to the Lord for an everlasting sign which will not be cut off. അവിടെ നാം വായിക്കുന്നത് മുള്ളിന് പകരമായിട്ട് കടന്നു വരുന്ന ഒരു കൊഴുന്ത് മുളയ്ക്കുന്നു. അതാണ് മനസ്സിലാവുക. ഒരു മുള്ള് അല്ലെങ്കിൽ തോണിന് പകരമായിട്ട്, മുള്ളിന് പകരമായിട്ട് വരുന്ന ഒരു നല്ല പച്ചപ്പുള്ള ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ശ്രബായിട്ട് നമുക്ക് ഈ മേർട്ടിലിനെ, കൊഴുന്തിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അത് നമ്മളെ കാഴ്ച വെക്കുന്നത് ആ ഒരു വിഷയം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഗോഡ് ഈസ് ട്രൈങ് ടു ബ്രിങ് അബൌട്ട് എ ന്യൂ ക്രിയേഷൻ, എ ന്യൂ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ബ്ലെസ്സിങ് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ. അവിടെ ആ ഒരു ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ നമുക്ക് മനസ്സിലാക്കും, ചുറ്റും മുള്ളുകളാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ തോൺസ് ആണ്, അവരെ അറ്റാക്ക് ചെയ്യുന്നവരാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ അവിടെ ഒരു മനുഷ്യനുണ്ട്. അതിലേക്ക് നാം വരാം. ആ മനുഷ്യൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ ഒരു ദൈവദൂതൻ എന്ന് നാം വായിക്കുന്നു. എന്നാൽ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് സെഡ്, ഓ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്, ഹൗ ലോങ് വിൽ യു ഹാവ് നോ കമ്പാഷൻ ഓഫ് ജെറുസലേം. എന്നാൽ നാം വചനം മറ്റ് സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവിടെ നമ്മുടെ കർത്താവ് ആ നിലവിളക്കുകൾ അതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ദൃശ്യം കാണുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി കാൻഡിൽ സ്റ്റിക്സ് നമുക്ക് കർത്താവിന്റെ ഒരു രൂപം കാണുവാൻ സാധിക്കും. അപ്പോൾ മെർട്ടിൽ ട്രീസ് അവിടെ ഒരു താഴ്വരയിലാണ്. ദേ ആർ ഇൻ ദ വാലി. അവിടെ ആ മുള്ളിനെ മാറ്റിയിട്ട് ഈ കൊഴുന്ത് വൃക്ഷങ്ങൾ അവർ മുളച്ച് വരികയാണ്. ആ തോൺസിന് പകരമായിട്ട് ഇത് കടന്നു വരികയാണ്. ആ ഒരു ദൃശ്യമാണ് ഈ ഒരു ദർശനത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഇത് ഏറ്റവും താഴ്വരയിലാണ് ഈ വൃക്ഷങ്ങൾ വളർന്നു വരുന്നത്. ദേ ആർ നോട്ട് ഇൻ ദി ടോപ്പ് ഏരിയാസ് ഓഫ് മൗണ്ടൻസ്. വാലീസിലാണ് ഇതുണ്ടാവുന്നത്. നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവിടെ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഒരു താഴ്ചയുടെ അവസ്ഥയിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. അവർക്ക് പ്രവാചകന്മാരില്ലായിരുന്നു, രാജാക്കന്മാരില്ലായിരുന്നു. അവരെ ശത്രുക്കൾ ചുറ്റി, അവര് പ്രവാസത്തിലായിരുന്നു. അവർ മടങ്ങി വന്ന അവസ്ഥയിൽ, ഒരു താഴ്ന്ന അവസ്ഥയിൽ, എല്ലാവരും ഞെരുക്കുന്ന അവസ്ഥയിലാണ്, ഹംബിൾഡ് അവസ്ഥയിലാണ് അവിടെ ആയിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, ഇവരെന്റെ ജനമാണ്. ഒരു മനുഷ്യൻ അതിന്റെ നടുവിലുണ്ട്. ദൈവം സ്വയം അവർക്ക് മധ്യയുണ്ട്. ആൻഡ് there is a myrtle tree growing. ഒരു പുതിയ സൃഷ്ടി അല്ലെങ്കിൽ പുതിയ ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ സിംബലൈസ് ചെയ്യുകയാണ്. ഈ ഒരു ദർശനത്തിലൂടെ സക്കറിയാവ് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവ അങ്ങനെ ഒരു പുതുമ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. മാൻ ഓൺ ദ റെഡ് ഹോഴ്സ്, ആ ചുവന്ന കുതിരപ്പുറത്ത് ഒരു മനുഷ്യനുണ്ട്. നമുക്ക് ആ മനുഷ്യനെ നമ്മുടെ കർത്താവുമായിട്ട് സമമായിട്ട് ചിന്തിക്കുവാൻ പറ്റുന്ന വിഷയമാണ്. ആ നടുവിലാണ് ആ മനുഷ്യൻ ആയിരിക്കുന്നത്. നാമുമായിട്ട് നാം ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ, സഭയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ലോകത്ത് നമുക്ക് പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, ഇൻ ദിസ് ലോ ലൈങ് ഏരിയ,
അവിടെ ഒരു എവർഗ്രീൻ ഷ്രബായിട്ട്, ഈ മേർട്ടിൽ ട്രീ പോലെ, ഈ കൊഴുന്നുകളെ പോലെ നാം വളർന്നു വരണം എന്നാണ് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആൻഡ് ജീസസ് സ്റ്റാൻഡ്സ് അമംഗ് ദം. വെളിപ്പാട് 1:13 നാം വായിക്കുന്നത് പോലെ നടുവിൽ നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹംബിൾ ബോൺ അഗെയിൻ ബിലീവേഴ്സ്, പുതിയതായിട്ട് കർത്താവിനെ അറിഞ്ഞ് ദൈവവിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. തനിക്കറിയില്ല ചുറ്റുമുള്ള ലോകം എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് തനിക്ക് അറിയത്തില്ല. ഈ നെവർ നോസ്. ബട്ട് ദെൻ അത്രയും ഹംബിൾ അവസ്ഥയിൽ ഒരു മേർട്ടിൽ ട്രീ പോലെ വളർത്തിക്കൊണ്ട് വരുവാൻ, അതിനെ കർത്താവിന് മുളപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുവാൻ സാധിക്കും. ചുറ്റും ദ വിഷൻ ഈസ് ഡാർക്ക്നെസ്. അവിടെ തുടക്കം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിന്റെ 8ാം വാക്യത്തിൽ ഐ സോ അറ്റ് നൈറ്റ് ആൻഡ് ബിഹോൾഡ് എ മാൻ വാസ് റൈഡിംഗ് ഓൺ എ റെഡ് ഹോഴ്സ്. അവിടെ രാത്രികാലമാണ്, രാത്രിയിലാണ് താൻ ചുവന്ന കുതിരപ്പുറത്ത് ആ മനുഷ്യനെ കാണുന്നത്. രാത്രി സമയമാണ്, ഇരുട്ടിന്റെ അവസ്ഥയാണ്, അന്ധകാരത്തിന്റെ അവസ്ഥയാണ്. സോ ദർ ഈസ് സ്പിരിച്വൽ ഡാർക്ക്നെസ് ഇൻ ദിസ് വേൾഡ്. നാം ആയിരിക്കുന്ന, അല്ലെങ്കിൽ സഭയായിരിക്കുന്ന ഈ ലോകത്ത് ഒരു ആത്മീക തലത്തിൽ അന്ധകാരമാണ്. ആ അന്ധകാരത്തിലാണ് നാം ഒരു വെളിച്ചമായിട്ട് ആയിരിക്കുന്നത്. ചെറിയ അവസ്ഥയാണ്, ആ താഴ്വരയിലാണ്, വാലിയിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ദർശനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ് വാണ്ട്സ് ടു ഹാവ് ദിസ് എവർഗ്രീൻ ഷ്രബ് ഗ്രോ. മേർട്ടിൽ ട്രീസ് പോലെ അവിടെ അതിന്റെ നടുവിൽ ഒരു മനുഷ്യനുണ്ട്, ചുവന്ന കുതിരപ്പുറത്ത്. നമുക്ക് നമ്മുടെ കർത്താവിനോട് അതിനെ സമമായിരിക്കാം. നമ്മുടെ ഈ സഭയുടെ മൂലക്കല്ലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സഭയുടെ നടുവിലും ഉണ്ട്. നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നന്മ ഉണ്ടാവുവാൻ, അഭിവൃദ്ധി ഉണ്ടാവുവാൻ, സഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവുവാൻ കർത്താവ് തീർച്ചയായിട്ടും ഇടയാക്കി തീർക്കും. അത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹംബിൾ ബിഗിനിങ്സ് ആയിരിക്കാം, മേർട്ടിൽ ട്രീസ് പോലെ ആയിരിക്കാം. ബട്ട് ദർ ഇസ് എ മാൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ മേർട്ടിൽ ട്രീസ്. ചുറ്റും പ്രശ്നങ്ങളാണ്, ചെറിയൊരു വൃക്ഷമാണ് നാം. എന്നാൽ നടുവിൽ നിൽക്കുന്നത് നമ്മുടെ കർത്താവാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവദൂതന്മാരാണ്. ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ നാം പിന്നീട് വായിക്കുന്നത്, അവിടെ കുതിരപ്പുറത്ത്, അവിടെ എത്ര വിത്ത് റെഡ് സോറൽ ആൻഡ് വൈറ്റ് ഹോർസസ്. അവിടെ ഒരു കുതിരയല്ല, ചുറ്റും ചുവന്നതും വെളുത്തതും. സോറൽ ഏത് നിറമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ബ്രൗൺ. ബ്രൗൺ കുതിരകളൊക്കെയും നാം അവിടെ കാണുന്നു. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അതിന്റെ 10ാം വാക്യം നാം വായിക്കുമ്പോൾ, ഹോർസസ് സിഗ്നിഫൈ ദാറ്റ് ഏഞ്ചൽസ് ആർ സെന്റ് ടു പെട്രോൾ ദി എർത്ത്. ഈ സകല ലോകത്തെയും ചുറ്റി അവര് കാവൽ ചെയ്ത് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇതൊന്നും അറിയുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ ദൂതന്മാർ അതെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 1 and verse 14. ഹീബ്രൂസ് ചാപ്റ്റർ 1 verse 14. ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ വാക്യം നാം എടുത്തു വായിക്കുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. But to which of the angels has he ever said, sit at my right hand until I make your enemies a footstool for your feet? 14-ാം വാക്യം. Are they not all ministering spirits sent out to render service for the sake of those who will inherit salvation? അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ്. അപ്പോൾ ദൂതന്മാരെ കർത്താവ് നമ്മെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയക്കുന്നു. എത്രയോ വലിയ കാര്യമാണ്. God is sending his angels to serve his people. തന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ് ദൂതന്മാരെ കർത്താവ് അയക്കുന്നത്. ആ ഒരു കാര്യം നമുക്ക് ഈ കുതിരപ്പുറത്തിരിക്കുന്ന, അല്ലെങ്കിൽ ചുവന്നതും ബ്രൗണും വൈറ്റുമായിട്ടുള്ള കുതിരകൾ കാണുമ്പോൾ ആ ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. 2 Chronicles chapter 16 verse 9. അവിടെയും നാം ഇതേ വിഷയം നമുക്ക് വായിക്കുവാൻ സാധിക്കും. 2 Chronicles chapter 16 and verse 9. 2 ദിനവൃത്താന്തം അതിൻ്റെ 16-ാം അധ്യായം 9-ാം വാക്യം. അതോട് വായിക്കാം. ഭൂമിയിൽ എല്ലായിടവും. അപ്പോ കർത്താവ്
നമ്മെക്കുറിച്ച് എത്രമാത്രം കരുതുന്നു എന്നുള്ളത് ഈ ഒരു ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം പലപ്പോഴും അറിയുന്നില്ല തൻ്റെ ജനത്തെ കർത്താവ് സംരക്ഷിക്കുന്ന രീതികൾ ഇങ്ങനെയാണ്. തൻ്റെ ദൂതന്മാരെ അയച്ച് നമുക്ക് ചുറ്റും ഹീസ് പെട്രോളിംഗ്. നമുക്കറിയാം, നമ്മുടെ സിറ്റിയിലേക്ക് രാത്രി ഇറങ്ങിയാൽ പോലീസിന്റെ പെട്രോൾ സർവീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും സിറ്റിയിൽ കുറച്ചധികം കാവലും കാര്യങ്ങളും നാം കാണുന്നു. അതെല്ലാം എന്താണ്? സെക്യൂരിറ്റിയെ കാണിക്കുന്ന വിഷയമാണ്. ഈ കുതിരകളെ നാം കാണുമ്പോൾ, ചുവന്ന വെളുത്ത ബ്രൗൺ കുതിരകളെയൊക്കെ നാം കാണുമ്പോൾ, ഈ മനുഷ്യൻ അല്ലെങ്കിൽ അതിന് നടുവിൽ നിൽക്കുന്ന മേർട്ടിൽ ട്രീസ് നടുവിൽ നിൽക്കുന്ന മനുഷ്യനെ നാം കാണുമ്പോൾ വളരെ സമാധാനത്തോടെ സുരക്ഷിതത്വം അനുഭവിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ജീസസ് സ്റ്റാൻഡ്സ് അമംഗ് ദം ആൻഡ് വേൾഡ് ഈസ് അറ്റ് പീസ്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവിടെ താഴത്തെ വാക്യം നാം വായിക്കുമ്പോൾ 11-ാം വാക്യം, we have patrolled the earth and behold all the earth is peaceful and quiet. ഈ ദൂതന്മാര് ഈ ലോകത്തെ പെട്രോൾ ചെയ്തപ്പോൾ അവർ ഊരാടിക്കൊണ്ട് അവിടെ ആ കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നവർക്ക് മനസ്സിലായത് എന്താണ്? അവിടെ മലയാളത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? 11-ാം വാക്യം, അവിടെ അവര് വളരെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും വിശ്രമത്തോടെയും ഇരിക്കുന്നു. അപ്പൊ ഈ ഒരു പദം ഒരു പോസിറ്റീവ് സെൻസിലല്ല ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് അവിടെ പറയുന്നത്, എന്റെ ജനം, ഇസ്രായേൽ ജനത്തിന് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, അവരെ എല്ലാവരോടും ഞെരുക്കി ഇത്രയും പ്രയാസത്തിൽ അവൾ കഴിയുമ്പോൾ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ച ദൂതന്മാര് കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കഴിഞ്ഞ് അവർ മനസ്സിലാക്കുന്ന വിഷയം, ബാക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല, അവർ സ്വസ്ഥതയോടെ ഒരു വിചാരവും ഇല്ലാതെ കഴിയുന്നു. വെരി ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ. അതൊരു നെഗറ്റീവ് സെൻസിലാണ് ഇവിടെ പറയുന്നത്. അവര് ആ രീതിയിൽ കോംപ്ലസന്റ് ആയിട്ട് യാതൊരു പ്രതികരണവും ഇല്ലാതെ ക്വൈറ്റ് ആയിട്ട് കഴിയുവാൻ പാടില്ല. അത് ഒരു സിൻഫുൾ പീസാണ്. അതൊരു സാധാരണ സമാധാനമല്ല. അവർ പാപത്തിലായിരിക്കുന്നു. അവരെന്റെ ജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നാമായിട്ട് ചിന്തിക്കുമ്പോൾ ആത്മീകമായിട്ട് നമുക്ക് എത്രമാത്രം പോരാട്ടമുണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. ലോകത്തിന് അതില്ല. നമ്മളെ എത്രമാത്രം വിഷമങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് അതിലൂടെ ഉണ്ടാവുന്നു ഒരു ആത്മീക ജീവിതം ജീവിക്കുവാൻ. അത് ചിന്തിക്കാതെ സഭയെ ഉപദ്രവിക്കുന്ന നാം മാധ്യമങ്ങളിലൂടെ കാണുന്നത്, യു-പിയിലും ജാർഖണ്ഡിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ എത്ര ഉപദ്രവങ്ങളാണ് നാം കാണുന്നത്. ആ രീതിയിൽ നാം ഇതിനെ ചിന്തിച്ചാൽ, മൈ പീപ്പിൾ ആർ സഫറിങ് ആൻഡ് ദി വേൾഡ് അറൗണ്ട് ഈസ് അറ്റ് പീസ്. വേൾഡ് അറൗണ്ട് ഈസ് ടോക്കിംഗ് പീസ്. വേൾഡ് അറൗണ്ട് they are enjoying their own life. അത് ദൈവത്തിന്റെ ദൂതന്മാർ ഇത് പെട്രോൾ ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം അറുതി വരുന്ന, അവസാനം വരുന്ന ഒരു സമയമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 തെസ്സലോനിയർ അതിന്റെ 5-ാം അധ്യായം 3-ാം വാക്യം ഇതിനോടനുബന്ധിച്ച് നമുക്ക് വായിക്കാം. 1 Thessalonians chapter 5 and verse 3. 1 Thessalonians chapter 5 and verse 3. While they are saying peace and safety, then destruction will come upon them suddenly, like labor pains upon a woman with child, and they will not escape. 3-ാം വാക്യം, അവർ സമാധാനവും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ പെട്ടെന്ന് നാശം വന്നു പോയി. അവര് സമാധാനവും നിർഭയവും അത്തരത്തിലുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു പ്രസവ വേദന വരുന്നത് പോലെ ഉള്ള വേദനകൾ ഈ ലോകത്തിന് ഉണ്ടാകും. കാരണം ദൈവത്തിന്റെ ദൂതന്മാർ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിത് കാണാതിരിക്കുകയല്ല. തന്റെ സഭയ്ക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, തന്റെ ജനത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് ദൈവാത്മാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് തത്സമയം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേദന ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. There is a global surveillance from the God Almighty. സർവശക്തനായിട്ടുള്ള ദൈവം ഈ ലോകത്തില് ഒരു CCTV വെച്ചിട്ടുണ്ട്, പെട്രോളിംഗ് അവിടെ വെച്ചിട്ടുണ്ട്. അത് നാം ഒരിക്കലും വിസ്മരിക്കരുത്. നാം പലപ്പോഴും വിചാരിക്കും ഇതൊന്നും ദൈവം കാണുന്നില്ലെന്ന്. സകലതും നാം അറിയുന്നതും അറിയാത്തതും കർത്താവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയം നമുക്ക് ഈ ദർശനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെയും അവിടെ നാം വായിക്കുന്നത്, ഹൗ ലോങ് വിൽ യു ഹാവ് നോ കമ്പാഷൻ. ആ ഒരു വാക്യം നാം വായിച്ചു 16-ാം വാക്യത്തിൽ. Therefore thus says the Lord, യഹോവ പറയുന്നു, I will return to Jerusalem with compassion, my house will be built in it, declares the Lord of hosts, and a measuring line will be stretched over Jerusalem. അവിടെ നാം വായിക്കുന്നത്, how long will you not have compassion reflects Christ's burden for his church. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് തൻ്റെ സഭയെ ചൊല്ലിയുള്ള
മനസ്സിലുണ്ടാവുന്ന ഭാരത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അവിടെ കർത്താവ് സ്വയം അവർ പറയുകയാണ്, ഹൗ ലോങ് വിൽ യു ഹാവ് നോ കമ്പാഷൻ? ആ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നാം പലപ്പോഴും ചിന്തിക്കും, ഈ സഭയെക്കുറിച്ച് വിശ്വാസികളായിരിക്കുന്ന ദൈവജനമായിരിക്കുന്ന നമുക്കാണ് ഏറ്റവും കൂടുതൽ ഭാരം എന്നുള്ളത്. എന്നാൽ ഈ ഒരു ദർശനത്തിലൂടെ സക്കറിയാവ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ദൈവാത്മാവ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ് സഭയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഭാരം. ഹി ഹാസ് ദി ഹയസ്റ്റ് ബർഡൻ റിഗാർഡിംഗ് ചർച്ച് മോർ ദാൻ എനിവൺ എൽസ്. ആ ഒരു കാര്യം നാം മനസ്സിലാക്കാം. നമ്മുടെ ഭാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഭാരവുമായിട്ട് നാം തുലനം ചെയ്യുമ്പോൾ ജസ്റ്റ് എ ഡ്രോപ്പ് ഓഫ് ബർഡൻ. ആ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വാട്ട് ഈസ് ഗോഡ്സ് റെസ്പോൺസ്? ദൈവം ആ ഭാരത്തോടെ എന്താ ചെയ്യുന്നത്? നാം വായിച്ചു, മൈ ഹൗസ് വിൽ ബി ബിൽഡ് ഇൻ ഇറ്റ്. ഞാൻ എൻ്റെ അവിടെ ദേവാലയം പണിയും എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. ഗോഡ് ഈസ് കമ്മിറ്റഡ് ടു ദ ചർച്ച്. കർത്താവ് ആ ദേവാലയം പണിയും എന്നാണ് അവിടെ പറയുന്നത്. അവിടെ നാം വായിച്ചു, എ മെഷറിംഗ് ലൈൻ വിൽ ബി സ്ട്രെച്ച്ഡ് ഓവർ ജെറുസലേം. നമുക്കറിയാം മെഷറിംഗ് ലൈൻ എപ്പോഴാണ് നാം ഉപയോഗിക്കുന്നത്. കൺസ്ട്രക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഒരു സ്ഥലത്ത് ഒരു വീട് പണിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കണമെങ്കിൽ അവിടെ അളവെടുക്കുവാൻ നൂലൊക്കെ നാം എടുത്ത് അതിനെ മെഷർ ചെയ്യണം. വാട്ട് ഈസ് ദി ലെങ്ത്, വാട്ട് ഈസ് ദി ബ്രെഡ്ത്ത്, അതിന്റെ ഡ്രോയിങ് ഒക്കെ നാം വരയ്ക്കണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ദർശനത്തിലൂടെ ഗോഡ് ഈസ് ഗോയിങ് ടു ബിൽഡ് ഹിസ് ചർച്ച്. ആ രീതിയിൽ തന്റെ സഭയെ പണിയുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. ആ ഒരു വിഷയം, കൺസ്ട്രക്ഷൻ ഈസ് ബിഗിനിങ് ഹിയർ. ഇവിടെ ഇസ്രായേൽ ജനത്തോട് അനുബന്ധിച്ച് ദേവാലയം പണിയുവാൻ തുടങ്ങുന്നു. സൂപ്പർ സ്ട്രക്ചർ മുകളിലോട്ട് പണിയണം. അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് ഇവിടെ സെഖറിയാവ് ആ ജനത്തോട് ചെയ്യുന്നത്. നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, യു ഹാവ് ദി ഫൗണ്ടേഷൻസ് ഓൾറെഡി. നാം ആമുഖത്തെ ചിന്തിച്ചതുപോലെ, വി ഹാവ് ദി ഫൗണ്ടേഷൻസ് ഓൾറെഡി. നമുക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനമുണ്ട്. ഇന്ന് സഭയായിട്ട് നാം അതിന്റെ മുകളിൽ പണിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് us to be mature enough and to build the church. നമ്മളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് കർത്താവിന് സ്വയമാണ്. കർത്താവ് യേശു ക്രിസ്തുവിനാണുള്ളത്. തന്റെ ചങ്കിലെ ചോര കൊടുത്താണ് ഇതിനു വേണ്ടിയ കാര്യങ്ങളൊക്കെ കർത്താവ് നിവർത്തിച്ചത്. അതുകൊണ്ട് കർത്താവിന് അത്രമാത്രം ഭാരം അതിനെക്കുറിച്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഗോഡ്സ് റെസ്പോൺസ് ടു ബിൽഡ് ദ ചർച്ച്. നാം എത്രത്തോളം ഈ കാര്യം മനസ്സിലാക്കി ദൈവത്തിന്റെ സഭയെ പണിയുവാൻ വേണ്ടി ആത്മീക പക്വതയോടെ നമ്മുടെ ശ്രമങ്ങൾ നാം എടുക്കാറുണ്ട്. ആ വിഷയം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ബിൽഡിംഗ് ഗോഡ്സ് ചർച്ച്, മാൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി മേർട്ടിൽ ട്രീസ്. ആ മേർട്ടിൽ ട്രീസിന്റെ മധ്യത്തിൽ ആ മനുഷ്യൻ അവിടെ ഉണ്ട്. നാം ഒക്കെ ആ മേർട്ടിൽ ട്രീസ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സഭയെ നമുക്ക് ആ രീതിയിൽ ചിത്രീകരിക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവം അതിനെ വളർത്തുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവം അതിനെ നടുക്കുള്ളപ്പോൾ, ദൈവത്തിന്റെ ദൂതന്മാർ ഈ ലോകത്തെ ഒരു പെട്രോൾ ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് നമ്മളെ സുരക്ഷിതമായിട്ട് വെക്കുമ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ആ ഒരു ദൈവത്തിന്റെ സഭയെ പണിയുവാൻ വേണ്ടി, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഏത് രീതിയിലൊക്കെയാണ് നാം ചെയ്യുന്നത്? മാൻ അമംഗ് ദ മേർട്ടിൽ ട്രീസ് നമ്മെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. മുള്ളുകളുടെ മധ്യത്തിൽ മേർട്ടിൽ ട്രീസിനെ പോലെ കർത്താവ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നു. ഇസ്രായേൽ ജനത്തെ എങ്ങനെ വളർത്തുന്നുവോ ആ രീതിയിലാണ് നമ്മെ വളർത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ രാജ്യത്തെ കർത്താവ് എങ്ങനെയാണ് സൂക്ഷിച്ച് അത്ഭുതകരമായിട്ട് അവരെ പരിപാലിച്ചുകൊണ്ട് വഴി നടത്തിക്കൊണ്ട് പോകുന്നത്. അതേ രീതിയിലാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നില്ലെങ്കിലും ആത്മീകമായിട്ട് നമ്മെ കർത്താവ് നിലനിർത്തുന്നത്. ഏറ്റവും ചെറിയ കൂട്ടമാണ് നാം ലോകവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ദി റേറസ്റ്റ് ഓർ മൈനോറിറ്റി, ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പാണ് ദൈവത്തിന്റെ സത്യവചനത്തിൽ, സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവർ. ആ ഒരു സത്യം നാം മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ നിലനിൽപ്പ് ആര് കാരണമാണ്? ഗോഡ് ഈസ് സസ്റ്റൈനിങ് us. Myrtle trees, small little shrubs, small little living creatures. ആ താഴ്വരയിൽ, ആ ഏറ്റവും താഴ്ചയിലുള്ള അവസ്ഥയിൽ, വാലിയിൽ കർത്താവ് നമ്മെ സംരക്ഷിച്ച് നടത്തുന്നു. ടു ബിൽഡ് ദി ചർച്ച്, അതാണ് കർത്താവിന്റെ ആഗ്രഹം. ആ വിഷയം നമുക്ക് ഈ ഒരു ദർശനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നീട് നമ്മുടെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ 18 തൊട്ട് 21 വാക്യങ്ങൾ വരെ രണ്ടാമത്തെ ദർശനം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൂടെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ആ ക്ലാസ് അവസാനിപ്പിക്കാവുന്നതാണ്. 18 to 21 നമുക്കൊന്ന് വായിക്കാം. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇതേ യഹൂദയെയും ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ
പാപമാകുന്നു. അവ യഹൂദദേശത്തെ ചിതറിച്ചു കളയേണ്ടെന്ന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ നാം വായിക്കുന്ന ഈ ഒരു ദർശനം കൊമ്പുകളും കൊള്ളന്മാരും, കാർപ്പൻറ്റേഴ്സ് ആൻഡ് ഹോൺസ്, ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് നാം വായിക്കുന്നത്. 4 കൊമ്പുകൾ, നമുക്ക് അനേക ഇതിൻ്റെ കമൻട്രീസ് ഉണ്ട്, ഇതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനത്തോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന 4 കൊമ്പുകൾ നമുക്കറിയാം. ഹോൺസ് ആർ അതോറിറ്റി ഫിഗേഴ്സ്, ഒരു ബലമുള്ള ഒരു കാര്യത്തെ കാണിക്കുന്ന, പവറുള്ള ഒരു വസ്തുവെ കാണിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ എതിരെ വന്ന 4 കൊമ്പുകൾ എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ബാബിലോൺ സാമ്രാജ്യം, ഒന്ന് മെദോ പേർഷ്യ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, റോം, ഈ 4 കൂട്ടം രാജ്യങ്ങളെ ആ കാലഘട്ടത്തിൽ ഇവർക്കെതിരെ വന്നതായിട്ടുള്ള കൊമ്പുകളായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന വിഷയമാണ്. അതോടൊപ്പം ഇവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഉയർത്തിയ കാർപ്പൻറ്റേഴ്സ് ആണ് ഇവിടെ കൊല്ലന്മാരെ നാം കാണുന്നത്. 4 വ്യക്തികൾ നമുക്കറിയാം. ഹഗായിയും സെക്കരിയാവും അതിൽ 2 പേരാണ്, 2 പ്രവാചകന്മാരാണ്. അതോടുകൂടെ നമുക്ക് സെരുബാബേലിനെയും യോശുവയെയും കാണുവാൻ സാധിക്കും. അത് നമ്മൾ വായിക്കുന്നത് എസ്രായുടെ പ്രവചനം അതിന്റെ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എസ്ര ചാപ്റ്റർ 5 വേഴ്സസ് 1 and 2 ആ വാക്യം വായിക്കുമ്പോൾ ഈ 4 പേരെയും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഈ കർത്താവ് ഉയർത്തിയ 4 craftsmen or carpenters who ബ്ലാക്ക് സ്മിത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് എസ്ര അതിന്റെ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതൊന്ന് വായിക്കാം. വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ മകനായ സെരുബാബേല്, ഒന്ന് യോസാദാക്കിന്റെ മകനായ യോശുവയും യെരൂശലേമിലെ ദേവാലയം പണിവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരോട് കൂടെ ഇരുന്ന് അവരെ സഹായിച്ചു. അപ്പോ സെക്കറിയാവും ഹഗായിയും സെരുബാബേലും യോശുവയുമാണ് 4 ദൈവം ഉയർത്തിയ മനുഷ്യർ. ആ കാലഘട്ടത്തിൽ അവരുടെ ആ പ്രവാസകാലത്ത് നിന്ന് മടങ്ങി വരുവാൻ, അവരെ രക്ഷപ്പെടുത്തുവാൻ, 4 കൊമ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഉയർത്തിയ 4 വ്യക്തികൾ ഇവരാണ്. സെരുബാബേൽ, യോശുവ, ഹഗായി, സെക്കറിയ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അതാണ് അതിൻ്റെ ലിറ്ററൽ ആയിട്ടുള്ള, ആക്ഷരികമായിട്ടുള്ള ഒരു ചിന്തയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നാമുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ, പുതിയ നിയമവിശ്വാസികളായിട്ടുള്ള ദൈവവിശ്വാസികളാണ് നമ്മുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ, ഈ കൊമ്പുകൾ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ആർ പവേഴ്സ് ഓഫ് സ്പിരിച്വൽ ഡാർക്ക്നെസ്. 4 വശത്തിൽ നിന്നും ആത്മീകമായിട്ടുള്ള അന്ധകാരത്തിന്റെ ശക്തികൾ നമ്മെ പിടിച്ചു മുറുക്കുകയാണ്. ഈ കൊമ്പുകളെ പോലെ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. പല രീതിയിൽ 4 വശത്തു നിന്നും വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നു. അപ്പൊ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നാം വായിച്ച ഭാഗത്ത് നാം ചിന്തിച്ചു, അവർ ചിതറിപ്പോവുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിനെ അവർ അറ്റാക്ക് ചെയ്തപ്പോൾ അവർ ചിതറി പല സ്ഥലങ്ങളിൽ പോയി. അവരുടെ സ്ഥലത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക് അവർ ചിതറി പാർത്ത അവസ്ഥയിലേക്ക് കടന്നുപോയി. അങ്ങനെ പിന്നീട് ഇവരെ ഒന്നിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇസ്രായേൽ ജനത്തോട് അനുബന്ധിച്ച് നാം അത് മനസ്സിലാക്കുന്ന വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആക്ഷരികമായിട്ട് നാം എങ്ങും ആ രീതിയിൽ ചിതറി പോകുന്നില്ല. എന്നാൽ ആത്മീകമായിട്ട് ചിതറുന്ന അവസ്ഥയിൽ, സ്കാറ്റേർഡ് അവസ്ഥയിൽ പലപ്പോഴും നാം ആവാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആത്മീക തലങ്ങളിൽ we are scattered in our spiritual realm. ആ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഡാർക്ക്നെസ്, അതിനെക്കുറിച്ചാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ചിന്തിക്കുവാൻ കഴിയുന്ന വിഷയം. അതിൽ നിന്നൊരു സൊല്യൂഷനാണ് അന്ന് സെരുബാബേലിനെയും യോശുവയും ഹഗായെയും സെക്കറിയായും കർത്താവ് ഉയർത്തിയതുപോലെ ഇന്ന് കർത്താവ് അതിൽ നിന്ന് ഓവർകമേഴ്സ്, ഇതിനെ ജയിക്കുന്നവരെ അന്വേഷിക്കുന്നു. ഗോഡ് ഈസ് സീക്കിംഗ് പീപ്പിൾ, ഇതിനെ വിജയിക്കുന്നവർ, ഇതിൽ നിന്ന് ഒന്ന് വിജയിച്ച് പുറത്തേക്ക് വരുന്നവരെയാണ് കർത്താവ് ഇന്ന് സഭയിൽ ആഗ്രഹിക്കുന്നത്. സഭയായിട്ട് ദൈവത്തിന്റെ ആത്മീക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, when you face these spiritual challenges, spiritual darknesses in your life,
God is seeking the Zerubbabels, the Joshuas, the Haggais and the Zechariahs in the church. ഇന്നും ആത്മീകമായിട്ട് കർത്താവ് അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എത്രത്തോളം അവൈലബിൾ ആണ്, നാം എത്രത്തോളം ആ ഒരു വിളി കേട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നു. ഈ വിഷയം നാം മനസ്സിലാക്കുമ്പോൾ, ഈ ഓവർകമേഴ്സ്, ഈ 4 വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അന്നും പിശാച് ഇവരെ ഭയപ്പെട്ടിരുന്നു. അവര് ഈ കൊമ്പുകൾക്ക് എതിരെ പ്രവർത്തിച്ചപ്പോൾ, അവർ ദൈവത്തിന്റെ അരുളപ്പാടൊക്കെ പറഞ്ഞപ്പോൾ, അന്ന് അന്ധകാരത്തിന്റെ ശക്തി ആയിരിക്കുന്ന പിശാചിന് അവരെ ഭയമായിരുന്നു. ഇന്നും അതിന് യാതൊരു വ്യത്യാസവുമില്ല. ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ദൈവസഭയിൽ ദൈവജനം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഓരോ ജനവും ആ രീതിയിൽ അവർ തന്നെ അവൈലബിൾ ആകുമ്പോൾ, ഏറ്റവും ഭയപ്പെടുന്നത് പിശാച് സ്വയമാണ്. നോട്ട് മൂവ്ഡ് ബൈ സിൻ, മണി, പ്രൈഡ് ഓർ മാൻസ് ഒപ്പീനിയൻ. പാപമോ അല്ലെങ്കിൽ മനുഷ്യരുടെ അഭിപ്രായമോ പണമോ ധനമോ സ്വയത്തിന്റെ എന്തെങ്കിലും ഒരു നന്മയോ അല്ല ഉയർത്തി കാണിക്കുന്ന ഇത്തരം ആൾക്കാർ. മറിച്ച് അവർ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവസഭയിൽ ആത്മീക തലങ്ങളിൽ അവർ ചെയ്യുവാൻ വേണ്ടി അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനത്തെ ജനം, അങ്ങനത്തെ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിശാച് ഭയക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ദർശനത്തിലൂടെ സെഖറിയാവ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് 4 കൊമ്പുകളായിരുന്നു. They were powers, super powers in those times. നാം റോമിനെ കുറിച്ച് ചിന്തിച്ചാലും, ബാബിലോണിനെ കുറിച്ച് ചിന്തിച്ചാലും, മെദോ പേർഷ്യ സാമ്രാജ്യത്തെ കുറിച്ച് ചിന്തിച്ചാലും, ആ വിഷയങ്ങളൊക്കെ, ഗ്രീസിനെ കുറിച്ച് ചിന്തിച്ചാൽ, അവരൊക്കെ ഇസ്രായേലുമായിട്ട് നാം തുലനം ചെയ്യുമ്പോൾ വലിയ ശക്തികളാണ്. എന്നാൽ ദൈവത്തിന്റെ ജനം, ദൈവം അവരെ ഉയർത്തിയപ്പോൾ അവർ അതിൽ നിന്ന് വിജയിച്ച് അവര് പുറത്തേക്ക് വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഗോഡ് ഈസ് ബിൽഡിംഗ്, ട്രൈങ് ടു ബിൽഡ് ദ സൂപ്പർ സ്ട്രക്ചർ. ഈ സഭയുടെ കർത്താവ് ബിൽഡിംഗ് പണിയുവാൻ ആഗ്രഹിക്കുന്നു. ഫൗണ്ടേഷൻ ഈസ് ഓൾറെഡി ലെയ്ഡ്. ഓൾറെഡി ഫൗണ്ടേഷൻ കർത്താവ് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുകളിൽ നാം പണിയണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദ സൊല്യൂഷൻ ഈസ് വി ഹാവ് ടു give ourselves to be Zerubbabel. സെറുബാബേലിനെ പോലെയോ, ഒരു യോശുവെ പോലെയോ, ഒരു ഹഗായിയെ പോലെയോ, സെഖറിയാവിനെ പോലെയോ നമ്മെ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ അരുളപ്പാടിന് വേണ്ടി, ദൈവം പറയുന്നത് സഭയോട് പറയുവാൻ, ദൈവം പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ കാഴ്ചവെക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അല്പമായിട്ട് ഇന്ന് ചിന്തിച്ച വിഷയങ്ങൾ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമുഖമായിട്ട് നാം ചിന്തിച്ചു സെഖറിയ എന്ന വാക്കിന്റെ അർത്ഥം യാഹ്വേ റിമെമ്പേഴ്സ്. യഹോവ ഓർക്കുന്നു. യഹോവ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമാണ്. നമ്മെ മറന്നു പോകുവാൻ ഒരു കാഴ്ചപ്പാടുള്ള ദൈവമായിരുന്നെങ്കിൽ ഇതൊന്നും മടങ്ങി വന്ന് പറയേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ മടങ്ങി വരണം എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ശിക്ഷകൾ മാത്രം നടപ്പിലാക്കിയാൽ മതി. എന്നാൽ നമ്മുടെ ദൈവം നമ്മളെ ഓർക്കുന്നു. യാഹ്വേ റിമെമ്പേഴ്സ്. ഇന്ന് പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്രത്തോളം നമുക്കിത് ഉൾക്കൊള്ളുവാൻ പറ്റുന്നു, എത്രത്തോളം നമുക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നു? ദൈവം നമ്മെ ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. He is not forgetting us even for a moment. നാം അനേക നിമിഷങ്ങൾ, അനേക ദിവസങ്ങൾ കർത്താവിനെ മറക്കുമ്പോഴും കർത്താവ് നമ്മെ ഓർത്ത് നമുക്ക് അവസരങ്ങൾ നൽകുകയാണ്. 3-ാം വാക്യത്തിൽ റിട്ടേൺ ടു മീ ദാറ്റ് ഐ മേ റിട്ടേൺ ടു യു. നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരിക, എന്നാൽ ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം. കർത്താവ് ഹാസ് ലേഡ് ദി ഫൗണ്ടേഷൻ ഫോർ ദി ചർച്ച്. ഈ സഭയ്ക്ക് വേണ്ടിയുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ പണിയുവാനും കർത്താവിന് ആഗ്രഹമുണ്ട്. നാം എത്രത്തോളം അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നു. നാം 2 ദർശനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. മെർട്ടിൽ ട്രീസ്, സ്മോൾ ലിറ്റിൽ ട്രീസ്. ആ മരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർ പുറമേ കാണുവാൻ സാധ്യമല്ല. നാം മുകളിൽ ഒരു പാറപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ താഴെ ആ വാലിയിലുള്ള ഈ മെർട്ടിൽ ട്രീസിനെ നമുക്ക് കാണുവാൻ പോലും സാധ്യമല്ല. എന്നാൽ കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. മാത്രമല്ല, ദൈവത്തിന്റെ ദൂതന്മാര് ഈ സകല ലോകത്തിലും അവര് സഞ്ചരിച്ച് നമ്മളെ സംരക്ഷിച്ച് നമുക്ക് വേണ്ടി പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. മിനിസ്ട്രിങ് ഫോർ അസ് സെയിൻസ്. ദൈവത്തിന്റെ ദൂതന്മാര് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ആ കാര്യം നാം മനസ്സിലാക്കുന്നുണ്ട്. ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന വിഷയമാണ്. എത്ര വലിയ കാര്യങ്ങൾ ഒരു ദൂതന് തന്നെ ചെയ്യുവാൻ സാധിക്കും.
ദൂതഗണങ്ങൾ, സംഘം തന്നെ എനിക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും റൗണ്ട് അബൌട്ട് പെട്രോളിംഗ് ചെയ്യുകയാണ്. നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? യാതൊരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. വീണ്ടും നാം ചിന്തിച്ചു ബർഡൻ ഫോർ ചർച്ച്. ക്രിസ്തുവിനാണ് സഭയെക്കുറിച്ച് ഏറ്റവും വലിയ ഭാരമുള്ളത്. നമ്മളെക്കാട്ടിലൊക്കെ വളരെ മടങ്ങ് ഭാരം നമ്മുടെ കർത്താവിനുണ്ട്. പലപ്പോഴും നാം ചിന്തിക്കും നമുക്കാണ് ഈ സഭയെക്കുറിച്ച് ഭാരം, ഞാനാണ് സഭയിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്, ഞാനാണ് പല ശുശ്രൂഷകളും ചെയ്യുന്നത്, എനിക്കാണ് ഭയങ്കര ഭാരമുള്ളത്. എന്നാൽ അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിനാണ് സഭയെക്കുറിച്ച് ഏറ്റവും വലിയ ഭാരമുള്ളത്. അതിനുവേണ്ടി ഏറ്റവും വലിയ വില കൊടുത്തത് ആ കർത്താവാണ്. അത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി പോലും വരത്തില്ല നമ്മുടെ ഭാരം അതിനോട് തുലനം ചെയ്യുമ്പോൾ. അതും നാം ഓർക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടുള്ള വിഷയമാണ്. രണ്ടാമത്തെ ദർശനം നാം ചിന്തിച്ചു 4 horns and 4 blacksmith. നാം അതിൻ്റെ ലിറ്ററൽ മീനിങ് മനസ്സിലാക്കി. ഇസ്രായേലിനോട് അനുബന്ധത്തിൽ ആത്മീകമായിട്ട് നാം ചിന്തിച്ചു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇൻ ദിസ് സ്പിരിച്വൽ ഡാർക്ക്നെസ്, ആത്മീകമായിട്ടുള്ള അന്ധകാരത്തിൽ ചുറ്റും ഫ്രം 4 ഡയറക്ഷൻസ്, എല്ലാ ദിശയിൽ നിന്നും നമുക്ക് അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഹോൺസ്. ഒരിക്കലും ചിന്തിക്കരുത് അവർ ശക്തിയില്ലാത്തവരാണ്. ഈ ഗ്രീസും റോമും മേദോപേർഷ്യയും ബാബിലോണും അന്നത്തെ രാജ്യങ്ങളും എല്ലാം സൂപ്പർ പവേഴ്സ് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ. ആ രീതിയിൽ ഈ ഹോൺസ് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ലാഘവത്തോടെ നമുക്ക് ഇരിക്കുവാൻ സാധ്യമല്ല. ദേ ആർ ഓൾവേസ് അറ്റാക്കിങ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരു സെറുബാബേലിനെ പോലെ, ഒരു യോശുവയെ പോലെ, ഒരു ഹഗായിയെ പോലെ, ഒരു സക്കറിയാവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ, അവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയോട് കർത്താവ് അതാണ് ആഹ്വാനം ചെയ്യുന്നത്. നാം ദൈവത്തിന് വേണ്ടി ഈ അന്ധകാര ശക്തികൾക്ക് എതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മെ തന്നെ ഉയർത്തണം. അങ്ങനെ ഉയരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദി എനിമി ഈസ് ടെറിഫൈഡ്. Thorns are torn away. അവിടെ ആ ശത്രു വളരെ ഭയപ്പെടുന്നു. അങ്ങനത്തെ ജനം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടെ അവരുടെ കൊമ്പുകളൊക്കെയും ഒടിഞ്ഞു പോകുന്നു, ഒടിച്ചു കളയുന്നു. ഇത്തരത്തിലുള്ള ജനം അവർ ഉയർത്ത് വരുമ്പോൾ and they build up the house of God. അങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം അവർ ആത്മീകമായിട്ട് പണിയുകയാണ് ചെയ്യുന്നത്. ഈ വിഷയം നാം ചിന്തിക്കുമ്പോൾ ഹൗ ക്ലോസ്ലി, ഹൗ മൈറ്റിലി വി ഷുഡ് ഗ്ലോറിഫൈ ആ ഗോഡ്. നമ്മുടെ ദൈവത്തെ എത്രത്തോളം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകും. മടങ്ങി വരുവാനുള്ള ആഹ്വാനം ചെയ്ത ദൈവം സഭയെ ഇനിയും പണിയ എന്നുള്ളൊരു ആഹ്വാനത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നാം ആദ്യം മടങ്ങി വന്നാൽ മാത്രമേ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം ഒരു മേർട്ടിൽ ട്രീയെ പോലെ നമ്മളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ട്സ് us to grow evergreen as myrtle trees. എന്നാൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. മടങ്ങി വന്നില്ലെങ്കിൽ ഇവിടെ സക്കറിയാവ് ആദ്യം പറയുന്നത് ലോർഡ് വാസ് വെരി ആംഗ്രി വിത്ത് യുവർ ഫാദേഴ്സ്. നിങ്ങളുടെ പിതാക്കന്മാരോട് യഹോവ വളരെ കോപിച്ചിരുന്നു. നമ്മോട് ദൈവം ഇന്ന് കോപിക്കുന്നുണ്ടോ അതോ സന്തോഷത്തിലാണോ ആയിരിക്കുന്നത്? ആ ഒരു ചോദ്യത്തിൽ വിട്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈസ് ലോർഡ് വെരി ഹാപ്പി വിത്ത് മീ or is he very angry with me? There are no two ways. രണ്ട് കാര്യങ്ങൾ ഒരിക്കലും സാധ്യമല്ല, അസംഭവമാണ്. അത് അങ്ങനെ സാധ്യമല്ല, അസാധ്യമാണ്. ഒന്നെങ്കിൽ കർത്താവ് നമ്മൾ വളരെ സന്തോഷിക്കും, അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ വളരെ ദുഃഖിക്കും, കോപിക്കും. അതിനെ നടുക്ക് കർത്താവിന് യാതൊരു അഭിപ്രായങ്ങളുമില്ല. either very happy or he'll be very sad or angry with us. നാം വ്യക്തിപരമായിട്ട് ഒരു ദേവാലയമാണെങ്കിൽ ആ രീതിയിൽ നാം ദൈവസന്നിധിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ പത്തനംതിട്ട ബ്രദറൻ അസംബ്ലി ആ സഭയെ അനുബന്ധത്തിൽ നാം ചിന്തിച്ചാൽ ഈസ് ദ ലോർഡ് ആംഗ്രി ഓർ ഈസ് ദ ലോർഡ് ഹാപ്പി വിത്ത് us? Myrtle trees we are. Let us be also like Zerubbabel, Joshua, Haggai and Zechariah. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ. മടങ്ങി വരുവാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. If there is a returning required, let us return back. God will definitely be the first one to come close to us. നാം മടങ്ങി വരുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും ഓടി വന്ന് നമ്മളെ ചേർക്കുവാൻ കർത്താവ് ആഗ്രഹത്തോടെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിൽ നാം മടങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ അധ്യായത്തിൽ നമുക്ക് വീണ്ടും വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ അനേക സത്യങ്ങൾ വീണ്ടും ചിന്തിക്കുവാൻ കഴിയും. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്.